ഇന്ന് ഇന്റർവ്യൂവിൽ ഞാൻ ഇരിക്കേണ്ടവനല്ല. പത്രത്തിലെ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിരാതമായി ധരിച്ചിരിക്കുന്നു. എൻ്റെ ലൈഫൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഭയങ്കര സീനായി. ഞാനങ്ങ് പൊട്ടിക്കരയും. കുറെ അനുഭവിച്ചിട്ടുണ്ട് ചേച്ചി. ഞാൻ ജനിച്ച് വീണപ്പോൾ തൊട്ട് തെറിയാട്ടാ പഠിച്ചത്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് കുറച്ച് നാൾക്ക് മുൻപ് എനിക്ക് തോന്നുന്നു ഞാൻ ആ ബ്രേക്ക് എടുത്ത് നിന്ന സമയത്ത് കണ്ട കുറേ വീഡിയോകൾ എന്ന് പറയുന്നത് മോട്ടിവേഷൻ മൂക്കുത്തിയും ഷെസാമും തമ്മിലുള്ള ഒരു തർക്കവും കാര്യങ്ങളൊക്കെയാണ്. മോട്ടിവേഷൻ മൂക്കുത്തി എന്ന് പറയുന്നത് യൂട്യൂബിൽ വീഡിയോ കാണുന്ന പലർക്കും അറിയാമായിരിക്കും. പക്ഷേ ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുന്നത് ഈ ഷെസാമിൻ്റെ ഇഷ്യൂ വന്ന സമയത്താണ്. എന്തൊരു തെറി പറച്ചിലായിരുന്നു ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് അറപ്പ് തോന്നുന്ന ലെവലിലുള്ള തെറികളാണ് അയാൾ ആ വീഡിയോയിൽ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബിൽ വൈറലായി കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത നിമിഷം പല യൂട്യൂബ് ചാനലുകാരും വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വൈറലായാൽ മതി. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് വൈറലായാൽ യൂട്യൂബ് ചാനലുകാർ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ മോട്ടിവേഷൻ മൂക്കുത്തി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെയും ഇൻ്റർവ്യൂ ചെയ്ത ഒരു വീഡിയോ കണ്ടു. ശരിക്കും ഈ വീഡിയോ കണ്ട് 2-3 ദിവസമായി കണ്ടിട്ട് ഇത് മുഴുവൻ കണ്ടെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശരി എന്ത് ആവട്ടെ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇവൻ പറയുന്ന പല കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് എവിടേക്കോ ഞാനാണല്ലോ എന്ന് തോന്നിപ്പോയത്. നമുക്കെന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് പറഞ്ഞു തീർക്കാനാണ്. അപ്പം മറ്റൊന്നും ഒരാളുടെ ജീവിതം കളയുന്നതോ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഒന്നും നമ്മൾക്കത് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. ഇപ്പം അടുത്തിടെ ഞാൻ ഒരാളുടെ ഒരു സ്റ്റോറി വായിച്ചാൽ അയാൾ നല്ല ബോക്സറായിരുന്നു. അയാൾ ആ ബോക്സിങ്ങിൽ കിക്ക് ചെയ്ത ആൾ കോമ സ്റ്റേജിലായി. അയാൾ ആ ബോക്സിങ്ങെ നിർത്തി. മനസ്സിലാവുന്നുണ്ട്? അയാൾ അതോടുകൂടി ആ ബോക്സിങ്ങെ നിർത്തി. അതായത് ഒരു മനുഷ്യനത് ചിലപ്പം ഒരു ഭയങ്കര ഹേർട്ടാവുന്നൊരു സാധനമായിരിക്കും. അതോ പല മനുഷ്യരും പല രീതിയിലാണേ. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും തിങ്കിങ് ഉണ്ടാക്കിയൊരു കാര്യമാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ. ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സംഭവം, സോഷ്യൽ മീഡിയ ഒരു ലോകമാണ്. പക്ഷേ അതിലും വലിയ ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ പറഞ്ഞ പോലെ വീട്ടുകാരോട് സംസാരിക്കുക, കുടുംബക്കാരോട് സംസാരിക്കുക. ഈ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിനറിയാം നമ്മളെങ്ങനെയാണ് വളർന്നു വന്നത്. ഓൾറെഡി കൊച്ചു പറഞ്ഞു സാധാരണക്കാരനാണ് ഞാൻ, അങ്ങനെ വളർന്നതാണ്. ശരി, നമുക്കിനി കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ ശരിക്കും ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആങ്കർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവരുടെ സംസാര രീതി. സാധാരണ നമ്മൾ യൂട്യൂബ് ചാനലുകളിൽ പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴേക്കും അവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴേക്കും വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവും. പലപ്പോഴും പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന കുറേ ചോദ്യങ്ങളായിരിക്കും അവർ ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ചെറുപ്പക്കാരന് സംഭവിച്ച തെറ്റുകളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഓരോ കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് പക്വത ഉള്ളതുകൊണ്ടായിരിക്കാം. കാരണം അവർക്കൊരു പക്ഷേ ഏകദേശം ഈ ഒരു ഏജിലുള്ള മകളുണ്ടാവാം, അല്ലെങ്കിൽ സഹോദരൻ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാമായിരിക്കും എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു രീതിക്ക് മാറി എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചത്. എന്തൊക്കെ തന്നെയാണെങ്കിലും അവരുടെ സംസാര രീതി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസന്റേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് എടുത്തു പറയുവാണ്. ഇനി നമുക്ക് ഇവരുടെ ഇന്റർവ്യൂവിലേക്ക് പോകാം. ശരിക്കുള്ള പേരെങ്ങനെയാ? എൻ്റെ ശരിക്കുള്ള പേര് നച്ചു. NACHU. നച്ചു പ്രസാദ്. നച്ചു പ്രസാദ്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരാണല്ലോ. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു നച്ചു എന്നുള്ള പേര്. ആണോ? വീട് എവിടെയാ? വീട്ടിൽ കയറി ഈ ഇന്റർവ്യൂ പിടി വരുക എന്നുള്ളതാണോ പേടി? അയ്യോ ശരി, ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അല്ല, എൻ്റെ വീട് മുള്ളിരിങ്ങാട്, ഇടുക്കി വണ്ണപ്പുറം മുള്ളരിങ്ങാട്. ഓക്കെ, അവിടെ നിന്നൊക്കെ കൊച്ചു പ്രദേശം. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ നാട്ടുംപുറം നമ്മൾ പറയുന്നൊരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഞാനടക്കമുള്ളവർ ഈ പറയുന്ന പോലെ ആളുകളുടെ ഇടയിൽ നമ്മൾ തെറിയൊക്കെ ഉപയോഗിക്കും. പക്ഷേ അത് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ നമ്മളത് പരമാവധി ചുരുക്കാൻ നോക്കും. നമ്മളത് പറയാൻ ശ്രദ്ധിക്കും. മാത്രമല്ല എഴുത്തുകളിൽ ശ്രദ്ധിക്കും. ഞാൻ എൻ്റെ പ്രൊഫൈൽ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ പോയി മാത്രമേ ഇത്തരം ചെറിയ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, ആ വേർഡ് പോലും ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. അതിൽ പോലും ചിലപ്പോൾ ആദ്യത്തെ വാക്ക് എഴുതി പിന്നെ സ്റ്റാറൊക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത്. നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. നമുക്ക് അത്രയും നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവരോടെ, അതുകൊണ്ട് ഹെയ്റ്റ് ആയിട്ടുള്ളവർ നമ്മൾ പറയാറില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്തുനിന്ന് ഇത്രയും പകയും ഇത്രയും ഈ പറയുന്ന തെറികളുമൊക്കെ എങ്ങനെ ഉത്ഭവിച്ചു വന്നു? ഞാനിങ്ങനെ തെറി പഠിച്ചു, ഞാനിങ്ങനെ തെറി പറയാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാലോ. ഞാൻ ജനിച്ച് വീണപ്പോൾ തൊട്ട് തെറി കേട്ടാ പഠിച്ചത്. സത്യം പറയാലോ, എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഞാൻ എൻ്റെ അമ്മയുടെ മുലപ്പാൽ ഉള്ളും കുടിക്കാതെ വളർന്നൊരു പയ്യനാണ്. 15 വയസ്സ് വരെ എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ ജീവിച്ചത്. അമ്മ പോയതിൻ്റെ വിഷമത്തിൽ അച്ഛൻ നല്ല രീതിയിൽ മദ്യപാനം ഉണ്ടായിരുന്നു,
പുകവലി ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനൊരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. അദ്ദേഹം കട്ടപ്പനയിൽ ഫോറസ്റ്റ് ഗാർഡായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ CBSE പഠിച്ചിട്ടുണ്ട്, ICC പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ നച്ചു പറയുന്നൊരു കാര്യം, ഞാൻ നച്ചു തന്നെ വിളിക്കാം, ഈ മോട്ടിവേഷൻ മൂക്കുത്തി എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് നച്ചു തന്നെ പറയാം. നച്ചു പറഞ്ഞൊരു കാര്യം, ഞാൻ ജനിച്ചു വീണതേ തെറി കേട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്നത് തെറി കേട്ടുകൊണ്ടാണ് എന്ന രീതിക്കാണ് നച്ചു സംസാരിക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നച്ചുന് ഒരു തീരുമാനം എടുക്കാമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറി പറയില്ല എന്നൊരു തീരുമാനം എടുക്കാമായിരുന്നു. അതെടുത്തിട്ടില്ല. ഞാനിത് പറയാൻ കാരണം, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, എൻ്റെ കുടുംബത്തിൽ നാവെടുത്താൽ തെറി മാത്രം പറയുന്ന ഒരാളുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും, ഇൻട്രാക്ട് ചെയ്യണം. പക്ഷേ ഈ വ്യക്തി നാവെടുത്താൽ സുഹൃത്തുക്കളെ പോലും തെറി പറഞ്ഞേ വിളിക്കത്തുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് വരുവാണെങ്കിൽ ഡാ പിന്നെ പറയുന്ന വാക്ക് വേറെയാണ്. ഇനി അദ്ദേഹത്തിനൊരു കൂട്ടുകാരനുണ്ട്. ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കുന്നത് തെറി ഉപയോഗിച്ചാണ്. ഇത് കേട്ടാണ് ഞാനും എൻ്റെ അനിയനും വളർന്നു വരുന്നത്. പക്ഷേ ഇന്നേ വരെ ഇപ്പോൾ പട്ടി തെണ്ടി എന്നൊക്കെ വിളിക്കുന്നതല്ലാതെ എൻ്റെ അനിയൻ തെറി പറഞ്ഞൊരു ഒറ്റ പ്രാവശ്യം കേട്ടിട്ടുള്ളത്. അത് അവൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ, അതായത് എനിക്ക് തോന്നുന്നു അവൻ സംസാരിച്ച് തുടങ്ങിയ പ്രായത്തിൽ അവനൊരു വാക്ക് പറഞ്ഞു. ഒരു ദിവസം രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ഞങ്ങൾ തമ്മിൽ ഏകദേശം 15 വയസ്സ് വ്യത്യാസമുണ്ട്, ഞാനും എൻ്റെ അനിയനും തമ്മിൽ. ഒരു ദിവസം ഞാൻ ഉറക്കമുണരുമ്പോൾ കേൾക്കുന്ന വാചകം ഒരു നല്ല തെറി വാക്കാണ്. ഇത് പറഞ്ഞത് അവനായിരുന്നു. ഒറ്റൊരടി, ഒരേ ഒരു അടി, ഇനി മേലിൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അവനത് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല അവനോട് തെറി പറയുന്നത്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം, വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇന്നേ വരെ അവൻ്റെ നാവിൽ നിന്നൊരു തെറി വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഞാനും മറ്റുള്ളവരെ വിളിച്ചിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാവരും നിങ്ങളെപ്പോലെയാണോ എന്ന് ചോദിക്കാം. അല്ല, പക്ഷേ നച്ചുവിനോട് തീരുമാനം എടുക്കാമായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും തെറി കേട്ടാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യില്ല, തെറി പറയില്ല എന്നൊരു തീരുമാനം എടുക്കാമായിരുന്നു. നച്ചു പകരം എന്താ ചെയ്തത്? അത് സ്വന്തം ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി പറയുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അച്ഛൻ മദ്യപിക്കും, പുകവലിക്കും. ഇന്നത്തെ കാലത്ത് മദ്യപിക്കാത്ത, പുകവലിക്കാത്ത ആരുമില്ല. എല്ലാവരും ഇത് ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ അവിടെയും പറയുന്നു, എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു ചെയിൻ സ്മോക്കർ ആയിട്ടുള്ള ഒരാൾ. ആ വ്യക്തിക്ക് ദിവസവും മദ്യമില്ലാതെ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ തീരുമാനമെടുത്തത് എൻ്റെ 10ാമത്തെ വയസ്സിലാണ്, ഞാൻ മദ്യം കഴിക്കില്ല. അതിനിപ്പുറം 26 വർഷമായി. ഈ 26 വർഷങ്ങൾക്ക് ശേഷവും ഞാൻ മദ്യം കഴിച്ചിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല. ഞാൻ എന്നെ പുകഴ്ത്തുന്നതല്ല കേട്ടോ. എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആയി എന്ന് ഇദ്ദേഹം പറഞ്ഞ മറുപടി വെച്ച് ഞാൻ സംസാരിക്കുന്നതാണ്. വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ ആവാതിരിക്കാമായിരുന്നു. പക്ഷേ സ്വയം വിചാരിക്കണം, ഞാൻ എന്താവണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കുടുംബമോ എൻ്റെ സൊസൈറ്റിയോ എൻ്റെ സുഹൃത്തുക്കളോ ഒന്നുമല്ല. ഞാൻ നല്ലതാവണമെങ്കിലും ഞാൻ മോശമാവണമെങ്കിലും അത് എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹം എല്ലാം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ആളുകളിലൊന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. അവരാണ് തെറ്റുകാർ, ഞാനിങ്ങനെ ആയതിന് കാരണക്കാർ അവരാണ്. ഒരിക്കലുമല്ല. നിങ്ങളിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. സൊസൈറ്റി എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി എങ്ങനെയോ ആയിക്കോട്ടെ, നച്ചു തീരുമാനിക്കണമായിരുന്നു, ഞാൻ ഒരിക്കലും തെറി പറയില്ല. ഈ ഒരു തീരുമാനം നച്ചുവിന് സ്വന്തം ലൈഫിൽ എടുക്കാമായിരുന്നു, എടുത്തില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് എൻ്റെ കുടുംബമാണ് പ്രശ്നം, എൻ്റെ ഫാമിലിയാണ് പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരാണ് പ്രശ്നം, എൻ്റെ അമ്മയാണ് പ്രശ്നം, എൻ്റെ അച്ഛനാണ് പ്രശ്നം, ഇതൊന്നും ഇതിൽ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ പലർക്കും നച്ചുവിനോട് സഹതാപം തോന്നുമായിരിക്കും. സഹതാപം തോന്നുന്നവർ തോന്നിക്കോട്ടെ. പക്ഷേ എനിക്ക് നച്ചുവിനോട് യാതൊരു സഹതാപം തോന്നുന്നില്ല. കാരണം നച്ചു ആയിട്ടാണ് നച്ചുവിൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കിയത്. കുടുംബക്കാർ സ്വത്ത് തന്നില്ല, അല്ലെങ്കിൽ അവരിത് തന്നില്ല, ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാർ ജീവിക്കുന്നു. സ്വത്തില്ലാത്ത ആൾക്കാർ, വീടില്ലാത്ത ആൾക്കാർ, ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത ആൾക്കാർ പോലും ജീവിക്കുന്നില്ലേ? അവിടെയാണ് താങ്കൾ ഇവിടെ വളരെ എന്താ പറയുക, ഇന്നസെൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ താങ്കളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫാണ്, അത് എങ്ങനെയാകണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. ഇനിയും സമയമുണ്ട്, അധികം പ്രായമൊന്നും ആയിട്ടില്ല. അതിനുള്ള മനസ്സുണ്ടായാൽ മതി. ഇപ്പോൾ ഈ ആങ്കർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കണു. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമെന്നാണ് അവരും പ്രതീക്ഷിക്കുന്നത്, ഞാനും പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്. എനിവേ, നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ല രീതിക്ക് വരട്ടെ. ഇനിയെങ്കിലും തെറിയൊന്നും പറയാതെ ഈ പറയുന്ന മോട്ടിവേഷൻ. നച്ചു ഈ വീഡിയോ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പോലീസുകാർ പോലും നച്ചുവിനെ സപ്പോർട്ട് ചെയ്തു. നച്ചു പറയുന്ന തെറിയാണെങ്കിലും നച്ചു പറയുന്ന കാര്യങ്ങളുണ്ട് എന്ന് തൊടുപുഴ സ്റ്റേഷനിലെ ഏതോ പോലീസുകാരൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അതേത് പോലീസുകാരനാണെന്ന് എനിക്കറിയില്ല. തെറി പറഞ്ഞു കൊടുക്കുന്ന മോട്ടിവേഷൻ ഇഷ്ടപ്പെടുന്ന പോലീസുകാരൻ. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നച്ചു തിരിച്ചറിവുണ്ടാവട്ടെ, ഇനിയെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് തെറികൾ പറയാതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ നല്ലത്. താങ്ക് യു.